വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ മലയാളം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് സീരീസ് 2024 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടാർഗറ്റ് സീരീസ് 2024 എന്ന് പറയുന്നത് ഇനി അപ്കമിംഗ് ആയിട്ടുള്ള നമ്മുടെ SSC CGL എക്സാമിലെ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ്. ഇന്ന് ഡേ 14 ആണ്. ഓൾറെഡി ഡേ 13 വരെയുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സെക്ഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാൻ പോവുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയണം. 30 സെക്കൻഡിന്റെ ക്വസ്റ്റ്യനുകളാണ് എല്ലാ ക്വസ്റ്റ്യനും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഹാളിലും പോയിട്ട് അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സീരീസ് ആണ്, നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത്. 18, 24, 84, 294, 798 ഒരു ഡാഷിൽ അവിടെ വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരു 30 സെക്കൻഡ് തരാം. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 18, 24, 84, 294, 798 വലിയ നമ്പറുകൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ സ്ക്വയറുകളോ ക്യൂബുകളോ ഒക്കെ അവിടെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 18 ആണ് അല്ലേ. 18 അത് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നത്? 24 തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക നോക്കിക്കേ. ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 18, 24, 84. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് നോക്കി നോക്കുക. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരു പാറ്റേൺ അവിടെ പോകുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 18, 24 ഞാൻ കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടും നോക്കിക്കേ. 6 ആണ് ഇവരുടെ ഡിഫറൻസ് അല്ലേ. ഞാൻ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതാം. 18, 24, 84, 294, 798 അത് കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാ? 6 ആണ് അല്ലേ. 18 + 6 ആണ് 24. ഇവരുടെ ഡിഫറൻസ് എന്താ? 84 + 24 കുറയ്ക്കുമ്പോൾ എനിക്ക് 60 എന്ന് കിട്ടി അല്ല. അപ്പോൾ +60 + 6. ഇനി ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. 0, 1, 210 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 4, 0, 5 അല്ലെ. 504 എന്ന് പറയുന്ന ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, 6 എന്ന് പറയുന്നത് ശരിക്കും എന്താ? എൻ്റെ 2ന്റെ ക്യൂബ് അല്ലേ. 2ന്റെ ക്യൂബിൽ നിന്നും 2 കുറയ്ക്കുന്നതല്ലേ 6 എന്ന് പറയുന്നത്. 2 ക്യൂബ് - 2 അല്ലെ. 8ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എനിക്ക് 6 കിട്ടി. 60 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4ന്റെ ക്യൂബ് അല്ലെ. 4ന്റെ ക്യൂബ് 64 ആണ്. 4ന്റെ ക്യൂബിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. അതേപോലെ 210 അത് ഏതിന്റെ ക്യൂബ്? അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബ് ഏതാ? 216 അല്ലെ. 6ന്റെ ക്യൂബ് 216 ആണ്. അതിൽ നിന്നും 6 കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് എന്തെന്ന് കിട്ടും? 210 കിട്ടും. അതേപോലെ 8ന്റെ ക്യൂബാണ് 512. 8ന്റെ ക്യൂബ് 512. അതിൽ നിന്നും ഞാൻ 8 കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് ആൻസർ കിട്ടും? എൻ്റെ 504 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കേ 2, 4, 6, 8 ക്യൂബുകളിൽ നിന്നും അതാത് നമ്പറിനെ കുറയ്ക്കുക ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ടേം എന്തായിരിക്കണം വരേണ്ടത്? 10 ആയിരിക്കും അല്ലേ. നമ്മുടെ ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 10ന്റെ ക്യൂബിൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കണം? അതേ നമ്പറല്ലേ കുറയ്ക്കുന്നത്. 2ന്റെ ക്യൂബ് - 2, 4ന്റെ ക്യൂബ് - 4 അങ്ങനെയല്ലേ പോണേ. അപ്പോൾ എന്തായിരിക്കും? 10ന്റെ ക്യൂബ് - 10. 10ന്റെ ക്യൂബ് എത്രയാ? 1000 ആണ്. 1000ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്രയായിരിക്കും? 990 ആയിരിക്കണം ഞാനിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 798ൽ നിന്ന് ഞാൻ 990 കൂട്ടുന്ന സമയത്ത് എനിക്ക് എത്രയാണെന്ന് കിട്ടും? 8, 8, 1788 അല്ലേ. നമ്മുടെ ഓപ്ഷൻ ബി 1788 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾ എഴുതിയെടുക്കുക. 2 ക്യൂബ് - 2, 4 ക്യൂബ്. അപ്പോൾ ഡിഫറൻസുകളുടെ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന പെട്ടെന്ന് ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ അതിനടുത്ത് കിടക്കുന്ന സ്ക്വയറോ ക്യൂബോ ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം. കലണ്ടറിൽ ഒരു പ്രോബ്ലം ആണ്. 2009 മെയ് 21 തേഴ്സ്ഡേ ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 2017 ജൂലൈ 15 ഏത് ദിവസമായിരിക്കും? ചെയ്തു നോക്കുക. 30 സെക്കൻഡ് ഞാൻ സമയം തരാം. ചെയ്തു വെക്കാം അല്ലേ. സമയം കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2000 എനിക്ക് അറിയുന്ന ഡാറ്റ നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. 2009 മെയ് 21 എനിക്ക് ഏത് ദിവസമാണെന്ന് അറിയാം? അത് തേഴ്സ്ഡേ ആണ് അല്ലേ. തേഴ്സ്ഡേ ആണെന്ന് അറിയാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 15 ജൂലൈ 2017. അപ്പോൾ അവിടെ മാസവും ദിവസവും
മന്തും ഇയറും ദിവസം എല്ലാം മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 2009 ആണെങ്കിൽ എനിക്ക് പോകേണ്ടത് 2017 അപ്പോൾ ഫസ്റ്റ് 2017 മെയ് 21 നിങ്ങൾ ആദ്യം വായോ, സെയിം ഡേറ്റിലേക്ക് വായോ, വർഷം മാത്രം ചേഞ്ച് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ജൂലൈ 15 പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ 2009 2017 തമ്മിൽ എത്ര വർഷം ഞാൻ ഫ്രണ്ടിലേക്ക് വരണം? 2009 കഴിഞ്ഞ് 2010 11 12 അങ്ങനെ 17 എന്ന് പറയുമ്പോൾ അവിടെ 8 വർഷം വരുന്നുണ്ട് അല്ലേ? 8 ഇയേഴ്സ് വരുന്നുണ്ട്. ആ 8 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2009 അവിടെ കിടക്കുന്നുണ്ട്. അടുത്തത് ഏതാ? 2012 2016 അല്ലേ? പിന്നെ 2017. അപ്പോൾ അവിടെ 2 ലീപ്പ് ഇയറും 8ൽ നിന്ന് 2 ഇത് ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ ബാക്കി എത്ര? 6 ഓർഡിനറി ഇയേഴ്സ് ഉണ്ടാവും അല്ലേ? 8ൽ നിന്ന് 2 പോകുമ്പോൾ 6 ഓർഡിനറി ഇയേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിക്കേ, 6 × 1 6 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് കിട്ടി. ഒരു ഓർഡിനറി ഇയറിൽ എത്ര ദിവസമാണ് ഓഡ് ഡേയ്സ്? ഒരു ഓഡ് ഡേ ആണ്. ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ 2 ലീപ്പ് ഇയർ ഉണ്ടാകുമ്പോൾ 2 × 2 4 ഓഡ് ഡേയ്സ് അല്ലേ? 4 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഓഡ് ഡേ? ഇവിടെ 6 ഓഡ് ഡേയ്സ് ഉണ്ട്, ഇവിടെ 4 ഓഡ് ഡേയ്സ് ഉണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 10 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് ടോട്ടൽ കിട്ടി. 10 ഓഡ് ഡേയ്സ് 10 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 10നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എനിക്ക് എടുത്താലും മതി. അപ്പോൾ എത്ര ശിഷ്ടം വരിക? റിമൈൻഡർ എത്ര എന്ന് വരും? 10 / 7 3 ആയിരിക്കും എൻ്റെ റിമൈൻഡർ. അപ്പോൾ എനിക്ക് 3 ഓഡ് ഡേ എന്നുള്ള ഒരു ഡാറ്റ മാത്രം ഇനി എനിക്ക് ഈ സംഭവത്തിൽ നിന്ന് മതി. അപ്പോൾ നോക്കിക്കേ, 2009 മെയ് 21 നിന്നും 2017 മെയ് 21 എത്തുന്ന സമയത്ത് അവിടെ മൊത്തം എത്ര വ്യത്യാസം അല്ലെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? വെറും 3 ഓഡ് ഡേയ്സേ ഉള്ളൂ. ഞാൻ അത് മാത്രം മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കണേ? മെയ് 21 നിൽക്കണേ. പോകേണ്ടത് എവിടേക്കാ? ജൂലൈ 15 നമുക്ക് പോകേണ്ടത്. അപ്പോൾ മെയ്യിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അപ്പോൾ എന്താ, ഇനി ഒരു 10 ദിവസം കൂടെ അവിടെ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ മെയ്യിൽ ഇനി 10 ദിവസം കൂടെ കിടക്കുന്നുണ്ട്. ജൂണിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ജൂണിൽ മൊത്തം 30 ദിവസമുണ്ട്. 30നോട് തൊട്ട് മുമ്പിൽ കിടക്കുന്ന 7ന്റെ മൾട്ടിപ്പിൾ 28 അപ്പോൾ ഓഡ് ഡേയ്സ് 2 എന്ന് വരും അല്ലേ? അപ്പോൾ ജൂണിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. ജൂലൈ മാസം മൊത്തം എനിക്ക് വേണ്ട. ജൂലൈയിൽ എവിടെ വരെ പോകേണ്ടത്? നമുക്ക് 15 വരെ പോകേണ്ടതുള്ളൂ. അപ്പോൾ 15 എല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 12 27 എന്ന് വരും. 27 അല്ലേ? 27 ഓഡ് ഡേയ്സ് എന്ന് വരും. 27 എന്ന് പറയുന്ന ഡാറ്റ നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? 27ന് തൊട്ട് മുൻപിൽ കിടക്കുന്ന 7ന്റെ മൾട്ടിപ്പിൾ അത് എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ മാത്രം മതി. അപ്പോൾ 21 ആണ് 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 21 പിന്നെ 28 വരുന്നത്. അപ്പോൾ 21നോട് കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 27 / 7 ശിഷ്ടം എത്രയാ? അവിടെ 6 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 6 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നിന്ന് എനിക്ക് 6 ഓഡ് ഡേയ്സ് കിട്ടി. അവിടെ ഞാനൊരു 3 ഓഡ് ഡേയ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? 9 ഓഡ് ഡേയ്സ് ആയി. അല്ലെങ്കിൽ അഗെയിൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്രയെന്ന് വരും? 2 ഓഡ് ഡേ എന്ന് വരും അല്ലേ? 2 ഓഡ് ഡേ. ക്ലബ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ശിഷ്ടം മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. നമുക്ക് ആ നമ്പർ വേണമെന്നില്ല, എത്ര ദിവസം ഉണ്ടെന്നുള്ളത് വേണ്ട. അപ്പോൾ അത് നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ശിഷ്ടം മാത്രം എടുക്കുക. ഇവിടെ 6 ഓഡ് ഡേയ്സ് വന്നു, അവിടെ 3 ഓഡ് ഡേയ്സ് വന്നു. രണ്ടിനെയും കൂടി ഞാൻ കൂട്ടിയപ്പോൾ 9 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. 9 എന്ന് പറയാം, അല്ലെങ്കിൽ 9 / 7 ശിഷ്ടം എത്രയാ? 2 ഓഡ് ഡേയ്സ് എന്ന് പറയാം. അപ്പോൾ 2 ഓഡ് ഡേയ്സ് എനിക്ക് കിട്ടിയല്ലോ. നമ്മൾ എവിടെ എത്തി? ജൂലൈ 15 എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? തേഴ്സ്ഡേ ആണ് തന്നിരിക്കുന്നത്. തേഴ്സ്ഡേയോട് കൂടെ 2 കൂട്ടിയാൽ മതി. അപ്പോൾ തേഴ്സ്ഡേയോട് 2 കൂട്ടുക. 2 ഓഡ് ഡേ അല്ലേ വന്നത്? അപ്പോൾ 2 കൂട്ടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഫ്രൈഡേ സാറ്റർഡേ. നമ്മുടെ ദിവസം ഏതായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കലണ്ടറിലെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. 3rd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലേ? അല്ല, ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? ചെയ്തു നോക്കി എല്ലാവരും. ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വായിച്ചിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് ഏതാ കിട്ടണേന്ന് പറയാം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറയുന്നത്? ഇന്ന ഫാമിലി ഒരു വീട്ടിൽ എത്ര പേരുണ്ട്? 6 പേരുള്ള ഒരു വലിയ ഫാമിലിയാണ് ABCDE അല്ലേ?
ഇ ഉണ്ട് എഫ് ഉണ്ടെന്ന് തോന്നുന്നു. എഫ് ഉണ്ട്, 6 പേരുണ്ട്. അപ്പോൾ ഇവർ ആരൊക്കെയാണെന്നുള്ള എ ആരാണ് ബി ആരാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കണേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. എ ഈസ് ദി ബ്രദർ ഓഫ് ബി. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്ലഡ് റിലേഷൻ ആ ഒരു ഫാമിലി ട്രീ നമ്മൾ വരയ്ക്കില്ലേ, അതിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതിനൊക്കെ എന്ത് ചെയ്യുക, അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവുക. അടുത്ത സെന്റൻസ് വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് വരാം. കിട്ടുന്നത് വരയ്ക്കാൻ പറ്റുന്നത് മാത്രം കണക്ട് ചെയ്ത് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എ ഈസ് ദി ബ്രദർ ഓഫ് ബി. അപ്പോൾ എയുടെ ജെൻഡർ കിട്ടി, മെയിലാണ്, ബ്രദർ ആണെന്ന് പറഞ്ഞു, ബി ഞാൻ വരച്ചിട്ടുണ്ട്. അടുത്തത് എന്താ, ഇ ഈസ് ദി സിസ്റ്റർ ഓഫ് സീസ് ഹസ്ബൻഡ്. സിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇയും സിയും ആരാന്ന് എനിക്ക് അറിയില്ല, അപ്പോൾ എനിക്കത് വരയ്ക്കാൻ പറ്റില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. എഫ് ഈസ് ദി ഫാദർ ഓഫ് ഡി ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി. ആരാണ് എഫ് എന്ന് പറയുന്നത്, ഡിയുടെ ഫാദറും ആണ്. ആരുടെ ഗ്രാൻഡ് ഫാദറാ, ബിയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ബിയുടെ ഒരു ജനറേഷന് മുൻപിൽ ഡി കിടക്കുന്നുണ്ട്. അയാളുടെയും അച്ഛൻ ഫാദർ ആണ് ആരെന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എഫിന്റെ ജെൻഡർ കിട്ടി, എഫ് മെയിലാണ്, എഫ് ഗ്രാൻഡ് ഫാദർ ആണ്. ഡി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനോ അമ്മയോ ആവാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലായ്മയും ഉണ്ട്. ഞാനത് ഇതൊരു പ്രോബബിലിറ്റി പോലെ അല്ലെങ്കിൽ പോസിബിലിറ്റി പോലെ ഞാൻ വരച്ചിരിക്കുന്നതാണ്. ഡി ഇവിടെ തന്നെ വരുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇത്ര അറിയാം, എന്തറിയാം, എഫിന്റെ മകനോ അല്ലെ, എഫ് ഈസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് ഡി, ഡിയുടെ അച്ഛനാണ് എഫ് എന്നറിയാം. ഡി ആരാന്നൊന്നും അറിയില്ല, ബിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആവാൻ പറ്റും. അപ്പോൾ ഞാൻ അതോട് തൽക്കാലം അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. ഇ ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് എഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഫ് ഇവിടെ ഗ്രാൻഡ് ഫാദർ ആണ്, എഫിന്റെ ഒരേ ഒരു മോളാണ് ആരെന്ന് പറയുന്നത്, ആരെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഓൾറെഡി മോനോ മോളോ ആവാം. അതുകൂടാതെ ആരും കൂടി ഉണ്ട്, ഇയും കൂടി ഉണ്ട്. ഈ ഡെഫിനറ്റ് ആണ്. എ ആരാണ്, അല്ല ഇ ആരാണ്, ഡോട്ടർ ആണ് അല്ലെ, മോളാണ്. അപ്പോൾ ജെൻഡർ എനിക്ക് കിട്ടി ഫീമെയിൽ ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഈസ് ദി ഓൺലി ഡോട്ടർ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അപ്പോൾ ഇയെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഈസ് ദി സിസ്റ്റർ ഓഫ് സീസ് ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ സിയുടെ ഹസ്ബൻഡ് ആരാണോ അതിന്റെ സിസ്റ്റർ ആണ്, സഹോദരിയാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ ആണോ, ഓക്കെ. അപ്പോൾ ഇത് മെയിൽ ആയിരിക്കണ്ടേ, അപ്പോഴല്ലേ സഹോദരി ആവുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഡിയുടെ വൈഫ് ആരായിരിക്കും, സി ആയിരിക്കും അല്ലെ. അപ്പോഴല്ലേ കറക്റ്റ് ആവുന്നത്. സിയുടെ ഹസ്ബൻഡ് ഡി, ഡിയുടെ സഹോദരിയാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഫാമിലി ട്രീ വരച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് സി റിലേറ്റഡ് ടു ബി. സി എന്ന് പറയുന്നത് ബിയുടെ ആരാണ് നോക്കിക്കേ, ബിയുടെ അച്ഛനാണ് ഡി, അമ്മയാണ് സി. അപ്പോൾ സി ആരാ, ബിയുടെ അമ്മ, മദർ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മദർ എന്നുള്ളത്. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഫാമിലി ട്രീ നിങ്ങൾ വരച്ചെടുക്കുക. എഫ് ബി എ ജെൻഡറുകൾ അറിയുന്ന ജെൻഡർ മാത്രം ഞാൻ മാർക്ക് ചെയ്തോളൂ, ഞാൻ ഗസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫാമിലി ട്രീ വരുന്നുണ്ടാവുക. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നമുക്ക് നോക്കി പോകാം. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ തിയറീസ് സിലബസിന് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ഫാക്കൽറ്റീസ് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അതൊരു 70 to 80% ക്ലാസ് കംപ്ലീറ്റ് ആവും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരഞ്ഞെടുത്ത് മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിക്കാൻ തുടങ്ങുന്നു. കാരണം പ്രാക്ടിക്കലി നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിച്ച തിയറി ഒന്ന് തറവാവുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, മെൻറ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് അവിടെ മെറ്റീരിയൽസ് തരും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സൊല്യൂഷൻസ് ഒക്കെ. അതിനുശേഷം കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പോകുന്ന ലെവലാണ് നമ്മുടെ എക്സ്ട്രീം സർക്കിളുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എക്സാമുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുകളാണ് സൂപ്പർ ബാച്ചുകൾ. ശേഷം നമ്മൾ മോക്ക് എക്സാംസ് എങ്ങനെ എടുക്കണം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്ഷനാണ് റിപ്പ് എന്ന് പറയുന്ന സെക്ഷൻ. 6ാമത്തെ അവസാനത്തെ ലെവലാണ് പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്തവർക്ക് വേണ്ടി മോക്ക് ഇൻ്റർവ്യൂ പരിശീലനം കൊടുക്കുന്ന നമ്മുടെ 6ാമത്തെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ലേറ്റന്റ് എന്ന് പറയുന്ന വാക്ക് ഡോർമെന്റ് എന്ന് പറയുന്ന വാക്കിനോട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുവോ അതേ ഒരു ബന്ധമുള്ള ഒരു പെയർ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. 30 സെക്കൻഡിൻ്റെ ടൈമർ ഓൺ ആണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാം. ലേറ്റന്റ്, ഡോർമെന്റ്, അപ്പോൾ അത്യാവശ്യം വാക്കുകളുടെ വൊക്കാബ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ലേറ്റന്റ്, നിങ്ങൾ ലേറ്റന്റ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ലേറ്റന്റ്, പേറ്റന്റ് അല്ലേ. അതായത്
ഫിംഗർ പ്രിന്റ്, സപ്പോസ് നമ്മൾ എവിടെയെങ്കിലും ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയി വരില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പൗഡറുകൾ യൂസ് ചെയ്തിട്ട് ഒത്തിരി ടെക്നിക്കുകളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഓൾറെഡി അവിടെ എക്സസ് ചെയ്യുന്നുണ്ട്, അതിനർത്ഥം അവിടെ ഫിംഗർ പ്രിന്റ് ഇല്ല എന്നല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്തില്ല, ഹിഡൻ ആണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, അതിന് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് കാണാം, അല്ലേ, വിസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ലേറ്റന്റ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അതാണ് വരുന്നത്. ഡോർമെന്റ് എന്ന് പറയുന്നതും അതേ അർത്ഥമാണ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ഡോർമെന്റ് എന്ന് പറയുന്ന വാക്കിനും വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ട് വാക്കുകളും എങ്ങനത്തെ വാക്കുകളാ, സിനോണിംസ് ആണ്, അല്ലേ, ഒരേ അർത്ഥം വരുന്ന സിനോണിമുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിനോണിംസ് ഏതാണെന്ന് മാത്രം എനിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മാർക്ക് കിട്ടും, അല്ലെ, ഓപ്ഷൻസ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്വാളിറ്റീനെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നൈസ് എന്ന് പറയുന്നത്. എഗെയിൻ എന്താ അതിന് പെയറായിട്ട് തന്നിരിക്കുന്നത്, ഡിമാൻഡിങ്. അപ്പോൾ നൈസും ഡിമാൻഡിങ്ങും നമുക്ക് ഒരിക്കലും അത് ഒരേ അർത്ഥം തരുന്ന വാക്കുകളാണെന്ന് പറയാൻ പറ്റില്ല, അല്ലേ, രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള രണ്ട് വാക്കുകളാണ്. അപ്പോൾ എ ഓപ്ഷൻ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ അടുത്ത എന്താ, ഞാൻ ഇതിലേക്ക് വരാം. ലാറ്റ് ആൻഡ് ലാറ്റക്സ് എന്ന് പറയുന്നുണ്ട്. ലേറ്റക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പാൽ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പാൽ അല്ലെങ്കിൽ റെസിൻ, അതിനെയാണ് നമ്മൾ റബ്ബർ ലാറ്റക്സ് എന്ന് പറയുന്നത്. ലേത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിൻ്റെ പാർട്ട്, നമ്മൾ കാർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഷേപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതിലൊരു മെഷീൻ, അത് ആ ഒരു അർത്ഥമാണ് ലേത്ത് എന്ന് പറയുന്ന ഒരു വാക്കിന് വരുന്നത്. അപ്പോൾ ഇതും എന്തല്ല, രണ്ടുപേരും ഒരേ അർത്ഥം തരുന്ന വാക്കുകൾ ഒരിക്കലും അല്ല. പിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, പിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദൈവഭക്തിയുള്ള, അല്ലേ, നമ്മളെ ആരാധിക്കുന്ന ഭക്തിയുള്ള അങ്ങനെ ഒരു അർത്ഥമാണ് നമുക്ക് പിയസ് എന്ന് പറയുന്ന ഒരു വാക്കിന് വരുന്നത്. ഡെയിൻറ്റി എന്ന് പറയുമ്പോഴും പിയസ് എന്ന് പറയുന്ന വാക്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡെയിൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്, ഭയങ്കര ചാർമിങ് ആയിട്ടുള്ള, എലഗൻ്റ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നുള്ളൊരു അർത്ഥമാണ് ഡെയിൻറ്റി എന്ന് പറയുന്ന ഒരു വാക്കിന് വരുന്നത്. അപ്പോൾ എന്തല്ല, ഇവർ രണ്ടുപേരും ഒരിക്കലും മാച്ചിങ് അല്ല. പിക്കി ആൻഡ് ഫസി കറക്റ്റ് ആൻസർ ആണ്. പിക്കി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പിക്കി ഈറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ, ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ചിട്ട് ചില ഫുഡുകൾ മാത്രമേ കഴിക്കുള്ളൂ, ചില ക്ലോത്തുകൾ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ആളുകളില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ പിക്കി എന്ന് പറയുന്നത്, കുറച്ചും കൂടി സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ, അല്ലേ. അതേ അർത്ഥം തന്നെയാണ് ഫസി എന്ന് പറയുന്ന വാക്കിനും അർത്ഥം വരുന്നത്. പിക്കിയാണ്, അല്ലെങ്കിൽ എന്താ, സെലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഫസി അല്ലെങ്കിൽ പിക്കി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, സിനോണിം ഏതാ, നമ്മുടെ ഓപ്ഷൻ ബി ആണ്, പിക്കി ആൻഡ് ഫസി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, കൂടുതൽ ചെയ്യാനൊന്നുമില്ല. അർത്ഥം അറിയാമെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് ആണ്, അല്ലേ. സെലക്ട് ദി വൺ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതായത് മൂന്ന് പെയറുകൾ ഒരേ റൂളാണ്, ഒരെണ്ണത്തിന് മാത്രം ഒഴികെ. അത് ഏത് പെയറായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചെയ്യണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 30 സെക്കൻഡ് സമയമുണ്ട്. എന്താ ആൻസർ വരുന്നത് നോക്കിക്കേ. നമ്മുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. 72, 22 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. അപ്പോൾ 22 സെക്കൻഡ് നമ്പർ എൻ്റെ 22 ആണ്, അല്ലേ. അപ്പോൾ സെക്കൻഡ് നമ്പറിനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എന്താണ് ആൻസർ കിട്ടും, ഇൻറ്റു 4 ചെയ്യുമ്പോൾ എനിക്ക് 88 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ സെക്കൻഡ് നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 16 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഒരു ഫിക്സഡ് നമ്പർ ഞാൻ അതിൽ നിന്നും കുറയ്ക്കുന്നു. അപ്പോൾ 88 നിന്നും 16 കുറയ്ക്കുമ്പോൾ എനിക്ക് ആൻസർ എത്രയാണെന്ന് കിട്ടും, 72. അതാണല്ലോ എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, അല്ലേ, ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, സെക്കൻഡ് നമ്പറിനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും 16 കുറയ്ക്കുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്പർ കിട്ടുന്നു, അല്ലേ. അപ്പോൾ അത് ഓക്കെ ആണ്. ഇനി അടുത്തത് ഞാൻ നോക്കുകയാണെങ്കിൽ 32, സെക്കൻഡ് നമ്പർ 32 ആണ്. 32നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയാണെന്ന് വന്നു, 128 എന്ന് വന്നു. അതിൽ നിന്ന് ഞാൻ 16 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്രയാണെന്ന് ആൻസർ കിട്ടുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 112 കിട്ടുന്നുണ്ട്. എഗെയിൻ 82നെ 4 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എത്രയാണെന്ന് വരും, 328 എന്ന് വരും. 16 കുറയ്ക്കുന്ന സമയത്ത് എനിക്ക് 312 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ട്. എക്സെപ്റ്റ് ഏത് ഓപ്ഷൻ, നമ്മുടെ എ ഓപ്ഷൻ.
40 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയായി? 160 160 നിന്ന് എങ്ങനെ ഞാൻ 16 കുറയ്ക്കുക ചെയ്യാൻ പോണേ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടില്ല? 216 എന്ന് പറയുന്ന ആൻസർ കിട്ടില്ല. അപ്പോൾ ഇവിടെ ബാക്കി 3 ഓപ്ഷനും ഒരേ ഒരു റൂളാണ് ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ് നമ്പർ ഇൻറ്റു 4 -16 ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷനാണ് നമ്മുടെ തെറ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് അല്ലേ, കൂട്ടത്തിൽ ചേരാത്ത ബാക്കിയുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാത്ത ഓഡായിട്ട് നിൽക്കുന്നത് ഏത് ഓപ്ഷനാണ്? ആ ഓപ്ഷൻ എ ആണ് 216 40. ജനറൽ റൂൾ എഴുതി വയ്ക്കുക. 1 2 എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 203 199 208 192 217 181 ഡാഷ്. അപ്പോൾ കൂടുന്നു കുറയുന്നു അങ്ങനെ പോകുന്നു. കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്പർ ആദ്യം കുറഞ്ഞു, പിന്നെ കൂടി. അപ്പോൾ നിങ്ങൾ നോക്കുക എന്തായിരിക്കും ആൻസർ വരുന്നത്. 30 സെക്കൻഡ് സമയമുണ്ട്. ഇരുന്നൂറ്റി 199 208 192. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് ചെയ്യുക? അവരുടെ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കും അല്ലേ, കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതേ മെത്തഡാണ് ഞാനും ഫോളോ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുന്നു? 203 199. അപ്പോൾ അവരെ രണ്ടുപേരും തമ്മിൽ കുറയ്ക്കുമ്പോൾ അല്ലെ, കുറയല്ലേ ചെയ്തിരിക്കുന്നത്. 203 നിന്ന് 199 എന്ന് പറയുമ്പോൾ 4 കുറയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. -4 ആണ് ഫസ്റ്റത്തെ പാറ്റേൺ. പക്ഷെ അടുത്തതിലേക്ക് വരുമ്പോൾ -4 അല്ല അവിടെ വരുന്നത്. 199 നിന്നും എത്ര കൂടി അവിടെ? 9 കൂടി അല്ലെ. 199നോട് 9 കൂട്ടുമ്പോൾ എനിക്ക് 208 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന റൂൾ എന്താ? +9 ആണ്. ഇനി അടുത്തത് 208 നിന്ന് എഗെയിൻ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? പുറകിലേക്ക് പോവാണ് അല്ലെ, കുറഞ്ഞു പോവാണ് 192 വരെ. അപ്പോൾ എത്രയാ? 8 8 16 ഞാൻ അവിടെ കുറഞ്ഞു. -16 ആണ് അടുത്ത ടേമിന്റെ പാറ്റേൺ. അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സ്ക്വയറുകളാണെന്നുള്ളത് അല്ലേ. 4 9 16, 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ അടുത്തത് എന്തായാലും 5ന്റെ സ്ക്വയർ ആയിരിക്കണം. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 217 നിന്ന് 192 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്രയാണ് ആൻസർ കിട്ടും? 25 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ പ്ലസ്. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പം എനിക്ക് കൺഫേം ആണ്. അവർ സൈനുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ മൈനസ് ആണെങ്കിൽ അടുത്തത് പ്ലസ്, പിന്നെ മൈനസ്, അടുത്തത് പ്ലസ്. എന്ത് ചെയ്യുന്നു? 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ, അടുത്തത് എന്തായാലും 6ന്റെ സ്ക്വയർ മൈനസ് തന്നെ ആയിരിക്കും അല്ലേ. 181 അല്ല 217 181 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടും? 36 എന്ന് ആൻസർ കിട്ടും. -36. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ എന്ത് ചെയ്തു? 2ന്റെ സ്ക്വയർ ആദ്യം കുറച്ചു, പിന്നെ എന്ത് ചെയ്തു? 3ന്റെ സ്ക്വയർ കൂട്ടി, പിന്നെ 4ന്റെ സ്ക്വയർ കുറച്ചു, പിന്നെ 5ന്റെ സ്ക്വയർ കൂട്ടി, പിന്നെ എന്ത് ചെയ്തു? 6ന്റെ സ്ക്വയർ കുറച്ചു. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കണം? 7ന്റെ സ്ക്വയർ കൂട്ടണ്ടേ അല്ല. ഞാൻ എഴുതുന്ന പാറ്റേൺ പ്രകാരം 7ന്റെ സ്ക്വയർ കൂട്ടണം. അപ്പം 181നോട് കൂടെ നിങ്ങൾ 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 49 കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടും? 230. അപ്പോൾ 230 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ? ഓപ്ഷൻ ബി 230 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റേൺ നിങ്ങൾ എഴുതി വെക്കണം. 181 + 7ന്റെ സ്ക്വയർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ സൈനുകൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി 230 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ കലണ്ടറിലൊരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. 1992 ഡിസംബർ 19. കാരണം എന്താ? 2009 വരെ വന്നാൽ മതി. മാസത്തിലും ദിവസങ്ങളും എനിക്ക് ഒത്തിരി ഓഡ് ഡേയ്സ് കൗണ്ട് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ? 2 ഡിസംബർ മാസം തന്നെ ചോദിച്ചു. അപ്പോൾ മാസം അവിടെ ഒരേപോലെ സെയിം മാസമാണ്, ഡേറ്റുകളും വർഷവും മാത്രം. അപ്പോൾ ഇയർ ഗ്യാപ്പിൽ എത്ര ഓഡ് ഡേയ്സ് വരുന്നു എന്ന് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എളുപ്പമാണ്. ഏത് ആൻസർ ആയിരിക്കും? ചെയ്തു നോക്കാം നമുക്ക് അല്ലേ. 1992. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക അല്ലേ. 1992 ഡിസംബർ 19 ഏത് ദിവസമാണെന്ന് തന്നിട്ടുണ്ട്? ഒരു സാറ്റർഡേ ആണെന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2009 ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? 2009 ഡിസംബർ
19ലേക്ക് നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യുക, തന്നിരിക്കുന്ന ഡാറ്റയിലെ അതേ മാസം അതേ ദിവസത്തിലേക്ക് നമ്മൾ വരാൻ നോക്കും. അപ്പോൾ 1992ഉം 2009 തമ്മിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് വരുന്നുണ്ട് നോക്കിക്കേ. 1992 2009 1992 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് ആൻസർ കിട്ടും? 17 എന്ന് പറയുന്ന വർഷം കിട്ടും അല്ലേ. 17 വർഷമാണ് അവർ തമ്മിലുള്ള വർഷങ്ങളുടെ ഗ്യാപ്പ്. അപ്പോൾ 17 വർഷമുണ്ട്. ഇനി ഈ 17 വർഷങ്ങളിൽ എത്ര ഓർഡിനറി ഇയർ ഉണ്ട്, എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ 1992 ആണ്. തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ ഏതാ വരുന്നത്? 1996 ആണ് അല്ലേ. അപ്പോൾ 1996 എന്താ? ലീപ്പ് ഇയർ ആണ്. അടുത്തത് ഏത് വരും? 2000. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്തത് ഏതെന്ന് വരും? 2004 എന്ന് വരും. എഗെയിൻ അടുത്തത് എത്രയെന്ന് വരും? 2008 എന്ന് വരും അല്ലേ. കാരണം 2009 ചോദിച്ചിരിക്കണം. അപ്പോൾ 2008 വരെ പെട്ടു. അപ്പോൾ ആ 17 വർഷത്തിൽ 4 വർഷം എങ്ങനത്തെ വർഷമാണ്? ലീപ്പ് ഇയേഴ്സ് ആണ്. 17ൽ 4 ലീപ്പ് ഇയർ ആണെങ്കിൽ 17 - 4 13 വർഷങ്ങൾ എങ്ങനത്തെ വർഷങ്ങളായിരിക്കും? ആ 13 വർഷങ്ങൾ സാധാരണ ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും. ഇനി നമുക്കറിയാം ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്? ഇവിടെ 4 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ 8 ഓഡ് ഡേയ്സ് ആയി. അതേപോലെ നമുക്ക് അടുത്ത ഓർഡിനറി ഇയർ, ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 13 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ 13 × 1 13 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? ഇവിടെ 8 എണ്ണം ഉണ്ട്, അവിടെ 13 എണ്ണം ഉണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടും? 13 + 8 21 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. ആ 21 ഒരു പ്രത്യേകത ഇല്ലേ? എന്താണ്? 21 എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നമ്പറാണ് അല്ലേ, മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21/7 ശിഷ്ടം 0 എന്നാ എനിക്ക് വരിക. അപ്പോൾ എത്രയാ? 0 ഓഡ് ഡേയ്സ്. 0 ഓഡ് ഡേയ്സ് എന്ന് എനിക്ക് കിട്ടി. 0 ഓഡ് ഡേയ്സ്. ഓക്കെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇത് ഏത് ദിവസമാണോ? ഇത് സാറ്റർഡേ ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് ദിവസം? 2009 ഡിസംബർ 19 ഏത് ദിവസം തന്നെയായിരിക്കും? സാറ്റർഡേ തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ടാണല്ലോ ഓഡ് ഡേയ്സ് 0 എന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് അവിടെ പ്ലസ് ചെയ്തിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതേത് ദിവസമായിരുന്നു? 1992 ഡിസംബർ 19 ഏത് ദിവസമായിരുന്നു? അതേ ദിവസമായിരിക്കും 2009 ഡിസംബർ 19. അപ്പോൾ സാറ്റർഡേ എന്ന് കിട്ടി. നമുക്കിനി ഏത് ദിവസത്തിലേക്കാണ് പോകണ്ടേ? ഡിസംബർ 22ലേക്കാണ് പോകണ്ടേ. അപ്പോൾ നമ്മൾ 19ലാണ് നിൽക്കണേ. 19 സാറ്റർഡേ ആണെങ്കിൽ 20 സൺഡേ ആയിരിക്കും, 21 മൺഡേ ആയിരിക്കും, 22 ഏത് ദിവസമായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ ഏതാ നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, ട്യൂസ്ഡേ ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്താ ചെയ്തത്? 19 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? സാറ്റർഡേ ആണ്. 20 21 22 എന്ന് പറയുമ്പോൾ 3 ദിവസം ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ 3 ദിവസം ഞാൻ ഫ്രണ്ടിലേക്ക് കൂട്ടുമ്പോൾ സാറ്റർഡേ + 3 ഏതാ? ട്യൂസ്ഡേ എന്ന് പറയുന്ന കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് കലണ്ടറിലെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സമയം കിട്ടുന്നത് പോലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.